ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേവതിര സച്ചിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പം നമ്മൾ ലൈവ് വിടുന്നുണ്ട്. അപ്പോൾ ലൈവ് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. സച്ചിയുടെയും രേവതിയുടെയും പ്രൊമോ വിശേഷത്തെക്കുറിച്ചൊക്കെ ലൈവ് നമ്മളെല്ലാ ദിവസവും പകലും രാത്രിയിലൊക്കെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ലൈവിലൂടെയൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും സച്ചിയുടെ രേവതിയുടെയും കഥകൾ പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ സച്ചിയുടെ എടുത്തുചാട്ടത്തെക്കുറിച്ചുള്ള ഉള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സച്ചി താൻ അറിഞ്ഞ ആ രഹസ്യം അല്ലെങ്കിൽ പാറുവിലൂടെ അറിഞ്ഞ ആ സത്യം മനസ്സിലാക്കി സച്ചി രണ്ടും കൽപ്പിച്ച് രേവതിക്ക് വേണ്ടി ഗജാനന്ദൻ്റെ മുൻപിലേക്ക് ചാടിയിറങ്ങുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ സച്ചിയെ മനസ്സിലാക്കിയ രേവതിയും രവീന്ദ്രനൊക്കെ സച്ചിയെ ശാന്തതപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം രേവതിക്ക് അപകടം വരുത്തുവാൻ കാരണം ഗജാനന്ദനാണെന്ന് മനസ്സിലാക്കി സച്ചി പെട്ടെന്ന് തന്നെ തൻ്റെ മുഖവും ഭാവവും ഒക്കെ മാറിയപ്പോൾ തന്നെ രേവതിക്കും നമ്മുടെ രവീന്ദ്രനൊക്കെ മനസ്സിലായി സച്ചിനെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി. മാത്രമല്ല രേവതിയോടുള്ള സച്ചിയുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നും രവീന്ദ്രൻ മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞിട്ട് പോലും രേവതിയെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച ഗജാനന്ദനെതിരെ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന സച്ചിയെ നമുക്ക് രേവതിയും അതുപോലെ നമ്മുടെ രവീന്ദ്രനൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പല വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സച്ചി അതിനൊന്നും കൂട്ടാക്കുന്നില്ല. സച്ചി ഗജാനന്ദനെ കാണുവാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ഇറങ്ങിച്ചെന്ന് തൻ്റെ കൂട്ടുകാരോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. ഇതുപോലെ ഗജാനന്ദനാണ് എൻ്റെ രേവതിയെ ഈ അവസ്ഥയിലാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് കൂട്ടുകാർ സച്ചിയോട് അങ്ങനെ തൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് പോലും സച്ചി അടങ്ങാതെ നേരെ ഗജാനന്ദൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. ഗജാനന്ദനെ അസഫ്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സച്ചി കയറി ചെല്ലുന്നത്. പെട്ടെന്ന് ഗജാനന്ദൻ ചാടി എണീക്കുകയാണ്. ഗജാനന്ദന് സത്യത്തിൽ ഇതിനകത്ത് മനസ്സറിവുണ്ടോ, അത് ആൻ്റണിക്കാണോ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട റോള് എന്ന് നമുക്ക് നാളത്തെ റിയൽ വിശേഷത്തിലേ കാണത്തുള്ളൂ. എന്തായാലും ഗജാനന്ദൻ ചാടി എഴുന്നേറ്റ് സച്ചിയുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. അങ്ങനെ സംഘർഷം ഉണ്ടാകിട്ടോ. അങ്ങനെ സംഘർഷം ഉണ്ടാകുന്നതിനിടയിൽ സച്ചിക്കിട്ട് ഗജാനന്ദൻ അടിക്കുന്നു. ഈ അടി തടഞ്ഞിട്ട് സച്ചി ആ ഓഫീസിൽ ഗജാനന്ദൻ്റെ ഓഫീസിൽ ഇട്ടുകൊണ്ട് തന്നെ ഗജാനന്ദനെ തകിനം പുകിനം അടിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ ഗജാനന്ദൻ്റെ കട്ടയും പടം മടക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അങ്ങനെ സച്ചിക്ക് രേവതിയോടുള്ള ആ സ്നേഹം എത്രത്തോളമാണ് എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇത് വലിയൊരു പുലിവാലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഗജാനന്ദനെ സച്ചി അടിച്ചത് ഒരു വൻ പ്രശ്നത്തിലേക്ക് പോകുകയാട്ടോ. അതിനുശേഷം അങ്ങനെ ഗജാനന്ദനെ ഒരു അവശ നിലയിലാക്കിയതിന് ശേഷം വീണ്ടും സച്ചിക്ക് ആ ദേഷ്യം മാറാതെ ഗജാനന്ദൻ പറയുന്നത് താൻ്റെ അറിവോട് അടിയെല്ലാം മേടിച്ച് ഒടുവിൽ ഗജാനന്ദൻ പറയുന്നത് ഞാനല്ല ആൻ്റണിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആൻ്റണിയുടെ പേര് പറഞ്ഞപ്പം വീണ്ടും സച്ചിക്ക് വീണ്ടും ദേഷ്യമുണ്ടാക്കിയ അങ്ങനെ ആൻ്റണിയെ ഒതുക്കുവാൻ വേണ്ടിയുള്ള അടുത്ത ശ്രമമാണ് സച്ചിയുടെ. അങ്ങനെ എന്തായാലും ഗജാനന്ദന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഗജാനന്ദൻ്റെ അറിവോട് കൂടിയാണെങ്കിലും ആൻ്റണിയാണ് ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ സച്ചി നേരെ വെച്ചുപിടിക്കുന്ന നമ്മുടെ ആൻ്റണിയുടെ മുൻപിലേക്കാണ്. അങ്ങനെ ആ ആൻ്റണിയും നാളത്തെ എപ്പിസോഡിൽ പഞ്ഞിക്കിടുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ കാണാം. എങ്ങനെയെങ്കിലും സച്ചിക്ക് രേവതിക്ക് ഒരു അപകടമുണ്ടായപ്പോൾ സച്ചി രണ്ടും കൽപ്പിച്ച് ഇതുവരെയും സംഭവിക്കാത്തത് ഇതുവരെയും മുൻപും നോക്കുന്നൊരു വ്യക്തിയല്ലല്ലോ സച്ചി. എങ്കിലും രേവതിക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന സച്ചിയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.